ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാറക്കട. നമ്മൾ ഇന്നൊരു BR റാങ്ക്ഡ് സോളോ vs സ്ക്വാഡ് മാച്ചായിട്ടാണ് നമ്മൾ വന്ന് നേരെ മാർബിൾ വർക്ക്സിൻ്റെ സൈഡിലോട്ട് ഇറങ്ങിയേക്കുവാണ്. ഇത് നമുക്ക് ഈ വീട്ടിൽ കയറിയിട്ട് തോക്കടിച്ച് നേരെ നമുക്ക് മാർബിൾ വർക്ക്സിലോട്ട് വിടാം. കേക്ക് കിട്ടിയിട്ടുണ്ട്. അകത്ത് കയറിയിട്ട് നമുക്ക് MP40 കൂടെ എടുത്തിട്ടുണ്ട്. MP40 50 കാര്യങ്ങളൊക്കെ കിടപ്പുള്ളൂ. പുറത്തെ SMG ഉണ്ട്. ഒരുതമ്മ എൻ്റെ ആമോ എടുക്കുന്നോടാ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഗൈസ്. ഓക്കെ, അവനെ നമ്മളങ്ങ് നോക്കിയിട്ടിട്ട് ഇമോട്ട് വിട്ടിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ആമോ നമ്മളിങ്ങനെ തിരിച്ചെടുത്തിരിക്കുകയാണ്. ഈ ഒരു മണ്ടയിലും ഇതിൻ്റെ മണ്ടയിലും കൂടെ കയറിയിട്ട് നേരെ നമുക്ക് പോവാം, മാർബിൾ വർക്ക്സിലോട്ട് പോവാം. ഓക്കെ, ആമോ കിട്ടുന്നുണ്ട്. SMG ആമോ കുറേ ആവശ്യം വരും. P90യുടെ SMG ആമോ നമ്മൾ ഇച്ചിരി എടുത്തിട്ടുണ്ടായിരുന്നു. 30 ആമോ കൂടെ എടുത്തിട്ടുണ്ടായാലും. പിന്നെ നമ്മൾ മാർബിൾ വർക്ക്സിലോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. മാർബിൾ വർക്ക്സിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ഓക്കെ, വന്നപ്പോഴേ ഫൈറ്റും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇവിടെ ഒരു എനിമി ഉണ്ട്, നെറ്റില്ലാതെ നടക്കുക കേട്ടോ. അവനെ നമുക്ക് ഏതായാലും കില്ലടിച്ചേക്കാം. നോക്കിയിട്ടിട്ടുണ്ട്. ഇവിടുന്ന് SMG ആമോ ഒക്കെ എടുത്ത് നമ്മൾ വീണ്ടും അവനെ അങ്ങ് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. 2 കില്ലപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഒരുത്തനവിടെ ഉണ്ട്. അവനെ നമ്മൾ അടിച്ചുകൊണ്ടിരിക്കണതാണ്. നമ്മൾ ഹെഡ് കൊടുക്കാനാണ് നോക്കിയത്, പക്ഷേ ഹെഡ് കയറിയില്ല. അവനല്ല, അവൻ വേറെ തന്നെ നോക്കിയിട്ട് നമ്മൾ അടിച്ചവനെ നോക്കിയിട്ട് ഏതായാലും അവനെ നമ്മൾ കുമ്മനാക്കിയിട്ടുണ്ട്. നമ്മളെ ആയിരുന്നില്ല. അവിടെ ഒരുത്തനെ നമ്മൾ സ്പോട്ട് ചെയ്തായിരുന്നല്ലോ, അവനെ ഇപ്പം കാണുന്നില്ല. ഇവിടെ ഒരു നിപ്പുണ്ട് ഗൈസ്. ഇതിൻ്റെ ഇടയിൽ കൂടെ ഒന്നും അടിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് അങ്ങനെ ഇടയിൽ കൂടെ വന്ന് നേരെ കയറി വന്നാൽ അവനെ കൂടെ കില്ലടിച്ച് 4 കില്ല നമ്മളെ എടുത്തിട്ടുണ്ട്. അത് എൻ്റെ ചേട്ടൻ ചാനൽ തുടങ്ങിയിട്ട് വീഡിയോ ഒക്കെ ഇട്ടായിരുന്നു. ആദ്യത്തെ ഷോട്ടിന് തന്നെ 1000ൻ്റെ മുകളിലൊക്കെ വ്യൂസും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. അടിക്കുന്നുണ്ട്, സൈഡിൽ നിന്ന് അടിക്കുന്നുണ്ട്. ഇവിടുന്ന് ഞാൻ ഓർത്ത് എനിക്ക് മനസ്സിലായില്ലായിരുന്നു. ഓക്കെ, നമ്മൾ കില്ലടിക്കുകയാണ്. നോക്ക്. ബോട്ടാട്ടോ, ഓടുക. ബോട്ടിനടിക്കുമ്പോൾ സൈഡിൽ നിന്ന് അടിക്കുന്നോടെ, ശല്യപ്പെടുത്തല്ലേ. ബോട്ടിനെ നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ കല്ലിലടിക്കണമെന്ന് പറഞ്ഞ് നോക്കിയിട്ടിട്ടുണ്ട്. കുറച്ച് ഡാമേജ് കൂടെ കൊടുത്തിട്ടുണ്ട്. ഇവനാണെങ്കിൽ ഇത് തന്നുകൊണ്ടേ ഇരിക്കുമോ ഡാമേജ്. ഓക്കെ, അവനോടി കവർ എടുത്ത് ഏതായാലും നമുക്ക് ഈക്കില്ലെങ്കിൽ ഫിനിഷ് ചെയ്തേക്കാം. എല്ലാവരെയും കുമ്മനടിക്കൊണ്ട് പോകും. അവിടെ ഇങ്ങോട്ടാണല്ലോ അവൻ ഓടിയത്. ഇത്ര നേരം അടിച്ചിട്ട് ഞാൻ അടിച്ചപ്പോൾ ഓടി. നമ്മൾ ഇൻഹെയിലറും കാര്യങ്ങളൊക്കെ അടിച്ചേതായാലും അവൻ്റെ ലൂട്ടങ്ങ് അടിച്ചേക്കാൻ ഓർത്ത്. ആ ചെറുക്കനെന്നാലും എവിടെ? കിട്ടി. അവൻ തന്നെ. ഞാൻ അവനെ അങ്ങനെ നോക്കിയിട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ വരാമെന്ന് എനിക്ക് എങ്ങനെ തോന്നിയാലേ. 6 കില്ല അങ്ങനെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. പിന്നെ നമ്മൾ മാർബിൾ വർക്ക്സിൽ കൂടെ ഓടിക്കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അടക്കം M40 കിട്ടിയ M40 കൂടെ നമ്മൾ എടുത്തിട്ടുണ്ട്. M40 ലെവൽ 2 ആയിരുന്നു. അല്ല, ലെവൽ 1 ആയിരുന്നു, ലെവൽ 2 ആക്കി. സോണും ശൃംഗായിട്ടുണ്ട്. മാർബിൾ വർക്ക്സിൽ വന്നിട്ടാണ് സോൺ നിൽക്കണത്. അത് കഴിഞ്ഞാൽ മാർബിൾ വർക്ക്സിനെ സോണങ്ങാൻ മൂടും. പിന്നെ നമ്മളെ M40 കയറിയിട്ട് വലിയ കാര്യമായിട്ട് ലൂട്ടൊന്നും കാണുന്നില്ല. പുറകെ നടിക്കണം. നേരെ ഡാമേജ് കൊടുക്കുന്നത്.
ഫുള്ള് ഇതേപോലത്തെ ബോട്ട്സ് ആണ്, മൊത്തം ബോട്ടാണ്. അടിക്കുന്നു. എന്തൊക്കെയോ കാണിക്കുന്നുണ്ടായിരുന്നു. നേരെ ഏതായാലും അവനെയും കൂടെ നോക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പൊ എത്ര, 8ാമത്തെ കില്ലാണ്. 8 കില്ല് കിട്ടിയിട്ടുണ്ട്. 8 കില്ല് കിട്ടിയിട്ടുണ്ട്. എല്ലാരും മാറ്റും. ഞാൻ തോക്ക് മാറ്റുന്നില്ല. M40 MP40 തന്നെയാണ്. അവിടെ മറ്റേ ഇതുണ്ട്, അവിടെ മറ്റേ ഇതുണ്ട്, കേസൊക്കെ കിടപ്പുണ്ട് അവിടെ. ആസ്നൽ ആരോ സോണിങ് എത്തിയിട്ടുണ്ട്. ആസ്നലിന്റെ അടുത്തോട്ട് ഓടുവാണ്. നമ്മളങ്ങനെ ആസ്നലിന്റെ അവിടെ എത്തിയിട്ടുണ്ട്. എനിമീനെ എടുക്കാം, ലൂട്ടും എടുക്കാം. എനിമീനെ കിട്ടിയില്ല. എനിമി ഇവിടെ തന്നെ ഉണ്ട്. എന്തായിരിക്കും SVD ആണെന്ന് തോന്നുന്നത്. അവനൊരു ഹെഡ് കൂടെ കൊടുത്ത് അവനെ നോക്കിയിട്ടിട്ടുണ്ട്. ഫിനിഷ് ചെയ്തിട്ട് ലൂട്ട് അടിക്കാന്നുള്ള രീതിയിൽ നേരെ അങ്ങ് ഫിനിഷ് ചെയ്തേക്കുവാണ്. നോക്കാൻ എന്താ ഉള്ളതെന്ന്. SVD ഒന്നും കിട്ടിയിട്ടില്ല മച്ചാൻ. അവൻ ഇതിനകത്ത് ഒരു കൊടുത്തില്ല. M40 ലെവൽ 3 ഉണ്ട് ഇതിനകത്ത്. ലെവൽ 3 നമ്മളങ്ങ് എടുത്തിട്ടുണ്ട്. പിന്നെ മാക്ക് AW കാര്യങ്ങളൊക്കെയാണ് കിടക്കുന്നത്. നമ്മൾ ലൂട്ടും കാര്യങ്ങളൊക്കെ അടിച്ച് കയറ്റുവാണ്. സൂപ്പർ മഡും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഏതായാലും പൊക്കോണ്ടിരിക്കുകയാണ്. സോൺ ഇങ്ങോട്ട് സ്ട്രെങ്ത് ആയിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതലും വണ്ടി എടുത്തിട്ട് കില്ലുണ്ട്. ഈ വണ്ടി എടുത്തിട്ട് സോൺ ശൃംഗാകുന്നുണ്ട്. അതുകൊണ്ട് ഈ വണ്ടി മഞ്ഞ സോണിലൊന്നും ഒരുത്തനും ഇല്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് വലത്തിൽ കൂടെ കയറി പോവാൻ നമുക്ക്. മഞ്ഞ സോണിലൊന്നും ഒരുത്തനെ കാണുന്നില്ല, അതുകൊണ്ട് പേടിക്കണ്ട. വീഡിയോ ആണ് എല്ലാവരും ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യുക. ഡയമണ്ട് ഫസ്റ്റ് ആണ്. പിന്നെ എന്താണ് ഇത്രയും. പിന്നെ എൻ്റെ ചാനൽ തുടങ്ങിയിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഏതായാലും അത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ചാനലിന്റെ ലിങ്ക് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ബ്രസീലിൽ ഇറങ്ങിയിട്ടുണ്ട്. എല്ലാവരും കയറി സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. പോലും സമ്മതിക്കുകയല്ല എടുത്ത്. വേറെ കണ്ട് നമ്മളെയാണ് ആദ്യം നമ്മളെ തിരിച്ച് M40 വെച്ച് അവനെ നോക്കിയിട്ടേക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇതുവരെ നമ്മൾ പക്ഷെ ഒരുത്തനെയും വൈപ്പ് ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു. നമ്മളുള്ള ബ്രസീലിയൻ 1500 രൂപയുണ്ട്. പക്ഷെ ഇതുകൊണ്ടൊന്നും ചെയ്യാനില്ല. കാര്യം എന്നാന്ന് വെച്ചാൽ നമ്മൾ ഇതല്ലല്ലോ. ഇപ്പൊ തന്നെ 10 കില്ല്. അവൻ നോക്ക് അവിടെ ഉണ്ട്. അപ്പുറത്തൊക്കെ അടിയാണ്. ഒരു ടീം നമ്മൾ വൈപ്പ് ചെയ്തേക്കാണ്. വേറെ നോക്കിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ എനിമീസ് ഉണ്ട്. അതാണ് പ്രശ്നം. വേറെ തന്നെയാണ് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അവൻ നമ്മൾ M40 വെച്ച് നോക്കിയിട്ടുണ്ട്. അടിക്കുവാണ്. അവിടെ എനിമീസ് ഉണ്ട്, ദൂരെ എനിമീസ് ഉണ്ട്. നമ്മൾ ഡാമേജ് കൊടുക്കുന്നുണ്ട്. വേറെ ആരും ഉണ്ടാവില്ല, നമ്മൾക്കിട്ട് അടിക്കുന്നുണ്ട്. നാളെ ഈ കില്ലങ്ങ് ഫിനിഷ് ചെയ്തേക്കാം. അവനെ കൂടി കവർ എടുത്ത് ഇങ്ങനെ അടിച്ചോല്ല. സ്കോപ്പാണ് ഇവിടെ വേണ്ടത്. സ്കോപ്പിലാണ് ആ കില്ല് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ തന്നെ 13 കില്ലും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. സ്കോപ്പും ഇല്ല. കുറേ കാലത്തിന് ശേഷമാണ് നമ്മുടെ ചാനലിൽ 10 കില്ലിന്റെ മുകളിൽ പോകുന്നത്. അടിക്കുന്നുണ്ട്. എവിടുന്ന് അടിക്കണേ? സ്കോപ്പും ഇല്ല. അങ്ങനെ അവനെ കൂടെ കില്ലുണ്ട്. 14 കില്ല് കിട്ടിയപ്പം ആ ടീമും വൈപ്പായിരിക്കുകയാണ്. 17 അലയുവാണുള്ളത്. ശ്രദ്ധിച്ചില്ല. 17 അലയും കൊണ്ട് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. 17 അലയും 14 കില്ലും. അടുത്ത വയ്ക്കാൻ പറ്റില്ല. ബ്രസീലൊക്കെ ആയതുകൊണ്ട് കുമ്മനടിച്ചോണ്ട് പോകും. സ്കോപ്പില്ലാതെ എനിക്ക് കഷ്ടം തന്നെയുള്ള അവസ്ഥയാണ്. സൈഡിൽ നിന്ന് അടിയുണ്ട്. റഷ് കാണാനുണ്ട്. ഇവിടെ വേർത്തനുണ്ട് കേട്ടോ. ഒരുത്തനും കൂടെ വന്നിട്ടുണ്ട്. അതിന്റെ ഇടയിൽ കയറി നമുക്ക് അടിക്കാം. അപ്പോൾ ഏതായാലും ഒരുത്തനെങ്കിലും കിട്ടുന്നു. ഇനിയുണ്ട്. അവിടെ സൈഡിലും ഉണ്ടെന്ന് തോന്നുന്നു. മൊത്തം എനിമീസാണ്. പെട്ടെന്ന് തോന്നുന്നു.
അടിയിലും ഒക്കെ ഉണ്ട്. കുറേ പേരുണ്ടോ മാപ്പിലോട്ട് നോക്ക് ഗൈസ്. ഓ അവനെ നോക്കിയിട്ടില്ല. 17 കിട്ടിയിട്ടുണ്ട് ഗൈസ്. 17 നാളെ ചാനലിൽ ഏറ്റവും കൂടുതൽ വന്നേക്കണം 17 കില്ലാണ്. ഒരു കില്ലും കൂടെ എടുത്ത് നമ്മൾ അത് പൊട്ടിക്കും. രണ്ടെണ്ണം 3 നമ്മളെ കണ്ടിട്ടില്ല. കുമ്മനടിച്ചിട്ടുണ്ട്. അങ്ങനെ 20 കിലോ 20 കിലോ ശ്രദ്ധിക്കണം. ഇപ്പഴേ 20 കിലോ 8 ലൈവാണുള്ളത്. അവിടെ നിന്നും നമുക്ക് അടിക്കാനുണ്ട്. ഡാമേജ് കൊടുക്കുന്നുണ്ട്. അവിടെ വേറെത്തനും ഉണ്ട്. അതുകൊണ്ട് അവനങ്ങനെ നൈസിൽ മുങ്ങാന്നുള്ള ഒരു ഇതിലായിരുന്നു. വേറെത്തെ വന്നിട്ട് നമ്മൾ നേരെ ബോട്ടും നെറ്റില്ലാതെ ഒരുത്തനെങ്കിലും കിട്ടി. അവനെ കൂടെ 22 കില്ല് കിട്ടി. 22 കില്ല്. നമ്മൾ കില്ലിനെയൊക്കെ നോക്കിട്ട് പോയായിരുന്നു. ഫിനിഷ് ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ഇവിടെ ലിങ്ക് കൊടുത്തേക്കാം. ടീംമേറ്റ്സ് ഒക്കെ അടുത്തുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് ഒരു സോളോ വിയർ സ്കോഡ്. ഇനി ഞാൻ സോളോ വിയർ സ്കോഡെ കളിക്കുന്നുള്ളൂ. കുറേ കില്ല് കിട്ടുന്നുണ്ട്. നല്ല പ്ലസ് കിട്ടും. അവിടെ സ്കോപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. 23 കില്ലെടുത്ത് ആ ടീമിനെ നമ്മളങ്ങനെ വൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ 3 പേരും കൂടെയാണ് എനിമീസ് ആയിട്ടുള്ളത്. കുറേ പേരുണ്ടോ അവിടെയൊക്കെ എനിമീസ് ഉണ്ട്. നമ്മളെ ഓടിച്ച് നിന്ന് റഷ് ചെയ്തങ്ങ് അടിക്കാൻ പോവാണ്. ഇപ്പൊ കവറെടുത്ത് ഇങ്ങനായിരിക്കും. അങ്ങനെ കൂടെ വന്നാൽ പിന്നെ 2 എനിമീസും കൂടെ ഉള്ളൂ. ബൂയ നമുക്ക് വീണ്ടും കിട്ടും ഗൈസ്. കുറേ കാലങ്ങൾക്ക് ശേഷം വീണ്ടും ബൂയ കിട്ടും. അവനെ കൂടെ വന്ന് ടീം അങ്ങ് വൈപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോഴാണ് സൈഡിൽ നിന്ന് അടിക്കാനുണ്ട്. പുറകെ സൈഡ് എവിടുന്നൊക്കെയാടാ അടിക്കാണെങ്കിൽ സമ്മതിക്കടാ. ഈ കളിയിൽ ബൂയ കിട്ടിയല്ലേ. ഈ കളിയിൽ ബൂയ കിട്ടിയാൽ ഇപ്പൊ പണി പാടും. ഉറപ്പാ. അവന്മാരാണ് പുറകിൽ നിന്ന് സൈഡിൽ നിന്നൊക്കെ. ഇവിടുന്നാണോ ഇവിടെ ലാസ്റ്റ്. സബ്സ്ക്രൈബ് അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവർക്കും